ടൈറ്റാനിക് മുങ്ങുന്നതിന് 14 വർഷം മുന്നേ തന്നെ ആ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ഒരു ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ടൈറ്റാനിക് ദുരന്തത്തിന് പിന്നിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1912 ഏപ്രിൽ ആണ് ടൈറ്റാനിക് ദുരന്തം സംഭവിക്കുന്നത്. എന്നാൽ 1898 മോർഗൻ റോബർട്ട്സൺ ദ വ്രഞ്ച് ഓഫ് ദ ടൈറ്റാൻ എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ മോർഗൻ റോബർട്ട്സൺ ഒരു ഫ്രീമേസൺ ആയിരുന്നു. ഈ ഒരു പുസ്തകത്തിലെ സംഭവം നടക്കുന്നതും റിയൽ ടൈറ്റാനിക് ദുരന്തം നടക്കുന്നതും ഏപ്രിലിൽ തന്നെയാണ്. ദുരന്ത കാരണമോ മഞ്ഞുമലയിൽ ഇടിച്ചു തന്നെ. സ്ഥലമോ നോർത്ത് അറ്റ്ലാന്റിക്കും. എന്തിനധികം ടൈറ്റാനിക് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണം തന്നെ അവിടെ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ല എന്നുള്ള കാരണമായിരുന്നു. ഈ ഒരു കാരണം തന്നെ കൃത്യമായി ആ പുസ്തകത്തിലും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീമേസൺ ആയിരുന്ന മോർഗൻ റോബർട്ട്സൺ ജോലി ചെയ്തിരുന്നത് ഹാർബേഴ്സ് എന്നുള്ള ഒരു കമ്പനിയിലായിരുന്നു. ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം എന്തെന്നാൽ ഈ ഒരു മാഗസിന്റെ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് JP മോർഗൻ ആയിരുന്നു. അതായത് യഥാർത്ഥ ടൈറ്റാനിക് കപ്പലിന്റെ ഉടമ. ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെടുന്നുണ്ട്. ആ കപ്പൽ യാത്ര അദ്ദേഹം ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസലാക്കി. അത് മറ്റാരുമായിരുന്നില്ല, JP മോർഗൻ ആയിരുന്നു. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. ക്യാപ്റ്റൻ ഉൾപ്പെടെ 1500 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഈ ഒരു ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതല്ല, മുക്കിയതാണെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ ഒരു സമയത്ത് ഫൈനാൻഷ്യൽ എംപയറിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈറ്റാനിക് യാത്രയിൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും ധനികരായിട്ടുള്ള ആളുകൾ ആ ഷിപ്പിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ US സെൻട്രൽ ബാങ്കിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ആളുകളായിരുന്നു. എന്നാൽ ടൈറ്റാനിക് ദുരന്തത്തിലൂടെ അവർ മരിച്ച് കൃത്യം ഒരു വർഷത്തിന് ശേഷം ഫെഡറൽ റിസർവ് ആക്ട് പാസ് ആക്കുകയാണ്. ഇതിനെ എതിർത്ത എല്ലാവരും തന്നെ ഇല്ലാണ്ടാവുകയും അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തന്നെ അധികാരത്തിൽ വരികയും ചെയ്തു. ഇന്ന് ഫെഡറൽ ട്രില്യൺസ് അടിച്ചിറക്കുന്നു, പലിശ നിരക്കുകൾ നിശ്ചയിക്കുന്നു, നമ്മുടെ ജീവിത ചെലവ് തന്നെ തീരുമാനിക്കുന്നു. US സെൻട്രൽ ബാങ്കിലൂടെ കറൻസിയും അനാവശ്യമായിട്ടുള്ള പണപ്പെരുവും സാമ്പത്തിക നിയന്ത്രണവും വന്നു. ഇതെല്ലാം തുടങ്ങുന്നത് ഒരു കപ്പലിൽ നിന്നാണ്. കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി എന്ന പോലെ ടൈറ്റാനിക് ദുരന്തം വെറുമൊരു അപകടമായിരുന്നോ? അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് സത്യം? നമ്മൾ കണ്ടതും കേട്ടതുമോ? അതോ പുറം ലോകം അറിയാത്ത ഇനിയും കാര്യങ്ങളുണ്ടോ?